ബിന്ദു കൃഷ്ണ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. കെ മുരളീധരൻ വലിയ കലിപ്പിലാണ്, വളരെ വലിയ കലിപ്പിനാണ്. കാരണം ആ കലിപ്പിനൊരു കാരണമുണ്ട്. കാരണം നമ്മളെ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിനകത്തുള്ള ഒരാളാണ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അയാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുമ്പോൾ തെറ്റ് ചെയ്തവനെ ഉപദ്രവിക്കണമല്ലോ. അയാൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. സ്ത്രീകൾ വന്ന് പറയുന്നു, അവർ പറയുന്നു വരട്ടെ, തെളിയിക്കട്ടെ, പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നേരത്തേക്ക് ആദ്യം നമുക്കൊരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകൾ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യുന്നതാണോ ഹണി ട്രാപ്പാണെന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത് ഒരുപാട് പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് ഒരുപാട് ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം. എന്തായാലും കെ സുധാകരൻ കുറേ സപ്പോർട്ട് ചെയ്യുന്നു, കെ സി വേണുഗോപാൽ വേറെ പറയുന്നു. കോൺഗ്രസ്സുകാരോട് ഒരു സംശയം, നിങ്ങൾ ഈ തമ്മിൽ കാണാറ് സംസാരിക്കാറൊന്നുമില്ലയോ? നിങ്ങൾ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കാറ്, നിങ്ങൾ ഒരഭിപ്രായം പറയൂ, CPM-നെ കണ്ടുപിടിക്കും, ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അത് തന്നെ എല്ലാവരും പറയും. ക്യാപ്സൂൾ തയ്യാറാക്കി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ശല്യമില്ല. കണ്ണൂരിൽ നിന്ന് ക്യാപ്സൂൾ ഫാക്ടറിയിൽ നിന്ന് ആവശ്യമുള്ള ക്യാപ്സൂളുകൾ താഴോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് അത് പറയും, ഒരു തെറ്റുമില്ല. ഒരാൾ പറയുന്നത് തന്നെ മറ്റുള്ളവർ എല്ലാവരും പറയും, താഴെ അറ്റം വരെ പറയും. നിങ്ങൾ നേതാക്കൾ എന്താണ്, ഒരാൾ പറയുന്നു രാഹുലിനെ പുറത്താക്കണം, ഒരാൾ പറയുന്നു അങ്ങനെ പുറത്താക്കാൻ കേസ് കൊടുത്തതല്ലേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടില്ലല്ലോ, വേറൊരാൾ പറയുന്നു കേസ് കൊടുത്താൽ നമുക്ക് അന്വേഷിക്കാം. എന്തൊരു കരുതുകേടാണ്, എന്തൊരു നാടാണിത്. നമ്മുടെ പ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് പോയാൽ എന്ത്, പോയില്ലെങ്കിൽ എന്ത്? ഇതിൻ്റെ ഇടയ്ക്ക് സീമാജി നായർ എന്ന് പറയുന്നൊരു നടി വന്ന് ചോദിക്കുന്നുണ്ട്, അവരിപ്പോൾ പുരുഷന്മാരുടെ ഒരു സേവകരായിട്ട് ഈ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ കൂടെ ഉണ്ട്. പ്രിയങ്ക സീമാജി നായർ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ പാർട്ടിയിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വറിന് എപ്പോഴും ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്. എല്ലാവരും സൂര്യൻ കിഴക്കുദിക്കും എന്ന് പറഞ്ഞാൽ രാഹുൽ ആവട്ടെന്ന് പറയും, അല്ല നമ്മുടെ രാഹുൽ ഈശ്വർ പറയും പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. ഇനി ആളുകളെല്ലാം കൂടി ശരി പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അയാൾ പറയും വടക്കാണ് ഉദിക്കുന്നത്. അപ്പോൾ എന്താണോ ആളുകൾ പറയുന്നത് അതിൻ്റെ മറ്റൊരു കാര്യം പറയുമ്പോഴാണ് രാഹുൽ ഈശ്വറിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ വേണമല്ലോ, എല്ലാവരും കൂട്ടത്തിൽ പാടുമ്പോൾ കൈപൊക്കി നിന്ന് അയാളെ ശ്രദ്ധിക്കപ്പെടും. അപസ്വരം പാടുന്ന ആളിൻ്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെടും, മൈക്കിൽ കൂടെ കേൾക്കാൻ പറ്റും, അത് വേണം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സീമാജി നായർ പറഞ്ഞിരിക്കുന്നു, അതെങ്ങനെയാണ് ഗർഭമുണ്ടാകുന്നത്? അങ്ങനെ ഗർഭമുണ്ടാകണമെങ്കിൽ ഒരു പുരുഷൻ ഗർഭമുണ്ടാക്കണമെങ്കിൽ സ്ത്രീ ഇപ്പുറത്ത് വേണ്ടേ? അപ്പോൾ സ്ത്രീ പോയില്ലേ, സ്ത്രീ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അങ്ങനെ ചെയ്തു കൊടുത്തില്ലേ, ഇങ്ങനെ ചെയ്തു കൊടുത്തില്ലേ, അതുകൊണ്ടല്ലേ ഗർഭിണിയായത്, എന്നിട്ട് സ്ത്രീ കുറ്റം പറയുന്നതിനാണെന്ന് പറഞ്ഞ് സീമാജി നായർ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി വന്ന് ഈ അശ്ലീല കഥ മാറ്റിവെച്ച് അയാളെടുത്ത് മര്യാദയ്ക്ക് ഒന്നുകിൽ അയാളെ ഒരു പരിപാടിക്കും വിളിക്കാതിരിക്കുക, പാർട്ടിയിൽ ഡയറക്ഷൻ കൊടുക്കുക, രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങും വിളിക്കരുതെന്ന്, അല്ലെങ്കിൽ വിളിക്കാൻ ഡയറക്ഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, PSC പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അംഗൻവാടി പ്രശ്നങ്ങൾ, ആശാ വർക്കേഴ്സിൻ്റെ, വായമാരുടെ, പാചകത്തൊഴിലാളി, നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. 10-40 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല, റോഡിൻ്റെ എത്രയോ വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ കിടക്കുന്നത്. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യൂ. നിങ്ങൾ രാവിലെ മൈക്ക് കൊടുത്ത് വെച്ച് ചാനലിൽ വരുമ്പോൾ സോറി പറയൂ, ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പറയൂ. നിങ്ങൾ ബൈറ്റ് കൊടുക്കാൻ നിൽക്കുന്നതിനാണ് ഈ സുധാകരനായാലും കെ മുരളീധരനായാലും പിന്നെ വി ഡി സതീശനായാലും പിന്നെ ഷാഫി പറമ്പിലായാലും എല്ലാവരും ആവശ്യമില്ലാത്ത ബൈറ്റുകൾ കൊടുത്ത് ചാനലുകളും ഇങ്ങനെ പിറകെ മറ്റേ കുറ്റിയും പിടിച്ച് പിറകെ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. അല്ലെന്നേ, രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളെ ശിക്ഷിക്കുക, കേസെടുത്ത് അയാളെ ശിക്ഷിക്കുക, അയാളെ ഒഴിവാക്കുക. അയാൾ മനസ്സിലാക്കേണ്ടത് അയാൾ കുറച്ചു കാലം മര്യാദയ്ക്കിരിക്കും. ഉടനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വലിയ ആളായി ഞാൻ കോൺഗ്രസിന് വോട്ട് പിടിക്കും, നിങ്ങളുടെ വോട്ടൊന്നും വേണ്ടെന്നേ കോൺഗ്രസിന്, നിങ്ങൾ വോട്ട് പിടിക്കേണ്ടെന്നേ. കോൺഗ്രസും ഐക്യനാഥ് മുന്നണിയും പറയണം നിങ്ങൾ പിടിക്കേണ്ടെന്നാ. ഉള്ള സ്ത്രീകൾ വോട്ട് ചെയ്യണ സ്ത്രീകൾ കൂടെ വോട്ട് ചെയ്യാതിരിക്കും. നിങ്ങളെന്തിനാ വോട്ട് പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ? നിങ്ങൾ മര്യാദയ്ക്ക് MLA പദവി ഉണ്ടല്ലോ, അതിൻ്റെ പെൻഷൻ കിട്ടും, അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് മിണ്ടാതിരിക്കും, ഒരു 5-6 മാസം നിന്നിട്ട് ഇനി ഒരു സ്ത്രീ വന്നിട്ട് ഞാനും ഗർഭിണിയായത് രാഹുൽ വഴിയാണെന്ന് മാങ്കൂട്ടത്തിൽ വഴിയാണെന്ന് പറയാതിരിക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുക. അങ്ങനെ വന്നു പോയ കേസ് പരിഹരിക്കാൻ എങ്ങനെ നോക്കുക. തെളിവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പിളകെ നടക്കാതെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബന്ധം അറിഞ്ഞോ അറിയാതെയോ ഉറക്കത്തിലോ ഉണർന്നിരുന്നപ്പോഴോ വെള്ളം അടിച്ചുകൊണ്ടോ വെള്ളം അടിക്കാതെയോ മയക്കുമരുന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായി പോയി സെറ്റാക്കുക, പറഞ്ഞ് കോംപ്രമൈസ് ആക്കുക, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്.